ബി.ജെ.പി. നേതാവിന് വഴിവിട്ട പ്രൊമോഷൻ നൽകാൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തീരുമാനം. മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം അധ്യാപകൻ അംബീഷ് മോന് വേണ്ടിയാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്നത്. മുൻകാലത്ത് റെഗുലർ സർവീസ് ഇല്ലാത്ത അധ്യാപകന് സ്ഥാനക്കയറ്റം നൽകുന്നത് UGC ചട്ടങ്ങൾക്ക് എതിരാണ്. വിവരങ്ങളുമായി സനീറ്റ ചേരുന്നുണ്ട്. സനീറ്റ, എന്തുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം അധ്യാപകൻ അംബീഷ് മോന് ഇങ്ങനൊരു പ്രൊമോഷൻ നൽകാനുള്ള തീരുമാനമുണ്ടാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? അതിന് ഒരു തുടർച്ച അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു തീരുമാനം എന്ന് തന്നെ ഇതിനെ പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ BJP നേതാവായ അംബീഷ് മോനാണ് വഴിവിട്ട പ്രൊമോഷൻ നൽകാൻ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. അംബീഷ് നേരത്തെ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതായത് കേപ്പിന്റെ അധ്യാപകനായിരുന്നു. ഇത്തരത്തിലുള്ള സർവകലാശാല മാനേജ്മെന്റ് വിഭാഗമാണ് ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ മാനേജ്മെന്റ് വിഭാഗം അധ്യാപകനായിരുന്ന അംബീഷ് മോനായിരുന്നു ഇപ്പോൾ നിയമങ്ങൾ ലംഘിച്ച് ഇത്തരത്തിൽ പ്രൊമോഷൻ നൽകാൻ തീരുമാനമായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ യോഗ്യതയാണ് പരിശോധിക്കേണ്ടതുള്ളത്. അതായത് ഇത്തരത്തിൽ കേപ്പറ്റില് ഇദ്ദേഹത്തിന് അധ്യാപകനായിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കേപ്പ് ഒരു സർക്കാർ സ്ഥാപനമല്ല, പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമല്ല. അത്തരത്തിൽ കേപ്പിൽ അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ നിയമനം എങ്ങനെയായിരുന്നു ഉള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് മാത്രമേ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹത്തിന് ഒരു നിയമനം നമുക്ക് നിശ്ചയിക്കുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് നിശ്ചയിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇതിനെല്ലാം കാട്ടിപ്പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപിച്ചാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനമായും ഇയാൾ കേസിൽ ഒരു സ്ഥാനം വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ അത് റെഗുലർ സർവീസായി പരിഗണിക്കാൻ വ്യവസ്ഥകളില്ല എന്നാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അധ്യാപകന്റെ മുൻകാല സേവനം അംഗീകരിക്കുന്നതിൽ UGC ചട്ടങ്ങളും നിലവിലെ ഗവൺമെന്റ് ഉത്തരവുകളും എതിരാണ് എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം പഠിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സ്റ്റാഫ് കമ്മിറ്റി, സിൻഡിക്കേറ്റ് സ്റ്റാഫ് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ഇത് പരിശോധിച്ച് മാത്രമേ നിയമനം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം കാട്ടിപ്പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇത്തരത്തിൽ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു എന്തായാലും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത്. വിവരങ്ങളാണ് സനീറ്റ നൽകിയത്.